നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ അടയാണ്. ഈ അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അട ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് തരിയില്ലാത്ത പൊടിയെടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് ഒന്ന് കുഴച്ചെടുക്കാം. അല്പം വെള്ളവും ഒഴിച്ച് വീണ്ടും കുഴച്ച് തണുത്തതിന് ശേഷം വീണ്ടും നന്നായി കുഴച്ചെടുക്കുക. നമുക്ക് ഇതിന് ഒരു കൂട്ട് റെഡിയാക്കണം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചു. അത് ചൂടായി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുത്തു. അതിലെ വെള്ളാംശം പറ്റിയതിനു ശേഷം അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്ത് അതിനുശേഷം ഒരു കപ്പ് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കുക. നമുക്കിതൊന്ന് വഴട്ടിയെടുക്കണം. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു 5 ഏലക്കാത്തരി ഇട്ട് പൊടിച്ചെടുത്തതാണ്. എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്, ഏലക്ക പൊടിക്കാനായിട്ട് അല്പം പഞ്ചസാര കൂടി ഇട്ട് പൊടിക്കുവാണെങ്കിൽ നന്നായി പൊടിഞ്ഞു കിട്ടും. അതുകൊണ്ട് പഞ്ചസാരയും ചേർത്തതാണ്. പിന്നെ വേറൊരു ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. അതായത് ശർക്കര ചേർത്തുണ്ടാക്കുന്ന ഏത് ഐറ്റത്തിലും അല്പം പഞ്ചസാര കൂടി ചേർത്താൽ അതിന് ടേസ്റ്റ് ഏറും. ഒന്ന് പറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ പറ്റി ഇതും കഴിയും. അതുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒന്നും കൂടി കുഴച്ചെടുത്തതിന് ശേഷം നന്നായി കുഴച്ചെടുത്തു. ഇനി ഇത് നമുക്കൊരു ചെറിയ ബോളുകളാക്കാം. ചെറിയ ഉണ്ടകളാക്കി വെച്ചു. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഞാൻ നമ്മുടെ സമോസ ഷീറ്റിൻ്റെ നീളത്തിലും വീതിയിലും ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യണം എന്ന് കാണിച്ചു തരാം. വെക്കുക. എന്നിട്ട് ഇങ്ങനെ പതിയെ പ്രസ് ചെയ്യും. അല്പം വെള്ളം നമ്മൾ തൊടുവാണെങ്കിൽ നല്ല നൈസായിട്ടും കിട്ടും. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് നൈസായിട്ട് പരത്തണം. കൈകൊണ്ട് ഇങ്ങനെ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച തേങ്ങ വരട്ടിയത് ഇതിലേക്ക് വെച്ചു കൊടുക്കണം. ഇങ്ങനെ വെച്ചു കൊടുത്ത് ഇതിങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ സമോസ ഷേപ്പിലുള്ള അടയുണ്ടാക്കിയെടുക്കുക. വീണ്ടും ഒരെണ്ണം കൂടി കാണിച്ചു തരാം. നമ്മൾ ഇല വാട്ടി തുടച്ചെടുത്തതാണ്. ഈ ഇലയുടെ ഈ തണ്ടിൻ്റെ വശം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തു. വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്തു. ഒന്നും കൂടി ഫോൾഡ് ചെയ്തു. എന്തിനാന്ന് ചോദിച്ചാൽ ഒരു ഫോൾഡ് മതി. വേണമെങ്കിൽ നമുക്ക് ഒന്ന് പിടിച്ച് ചെയ്യാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയാണ്. അപ്പം ഉണ്ടാക്കി വെച്ച ഒരു ബോൾ ഇട്ടു. എന്നിട്ട് നമ്മൾ വെള്ളത്തിലൊന്ന് കൈ തൊട്ടിട്ട് ഇങ്ങനെ പതുക്കെ കുഴിച്ചു കൊടുക്കണം. എപ്പോഴും നൈസായിട്ടിരിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്കിങ്ങനെ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിച്ചി കളയാട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പം നമുക്ക് വെറുതെ ഒരു അടയുണ്ടാക്കുന്നതും ഇങ്ങനെ അടയുണ്ടാക്കുമ്പം നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കുമ്പോൾ ഇതിനൊരു പുതുമയായി, ഇതിനൊരു ടേസ്റ്റ് വേറെയായി. ഇങ്ങനെ വെറൈറ്റികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു വളരെ തൃപ്തിയോടുകൂടി ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ സ്റ്റീമർ അടുപ്പിൽ വെച്ചു. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഓരോന്നും സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ അട വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിത് ഒരെണ്ണം തുറന്നു വെച്ചു. ഇനി ഒരെണ്ണം കൂടി തുറന്ന് കാണിച്ചു തരാം.
അപ്പം നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് നമ്മുടെ വീടുകളിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിനും ഒരു സന്തോഷം, കൊടുക്കുന്നവർക്കും കഴിക്കുന്നവർക്കും അതൊരു സന്തോഷമായിരിക്കും. വെറൈറ്റി സാധനങ്ങൾ കഴിക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ഉണ്ടാക്കി ഞാൻ പുതുമയോടുകൂടി നിങ്ങളുടെ മുൻപിൽ വരുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങളാണ് എൻ്റെ വിജയത്തിൻ്റെ മുൻപിൽ. ഞാൻ എന്തെല്ലാം ചെയ്താലും അതിനെല്ലാം ഒരു പ്രചോദനം തന്നുകൊണ്ട് ഷെയർ ചെയ്ത് അങ്ങനെ എൻ്റെ വീഡിയോയെ പ്രൊമോട്ട് ചെയ്യുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും പുതിയ ഐറ്റവുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതായിരിക്കും.